ഹായ് മക്കളെ, ഒരുപാട് കുട്ടികൾ എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സാറേ, ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് SSLC മാത്സിൽ 5ാമത്തെ പാഠം ട്രിഗണോമെട്രി, ത്രികോണമിതിയിൽ നിന്നും ചോദ്യം വരുമോ എന്നുള്ളത്. ചോദ്യം വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇൻ കേസ് ചോദ്യം വരികയാണെങ്കിൽ അതെങ്ങനെ ആൻസർ ചെയ്യും? ഈ ഒരൊറ്റ ടോപ്പിക് അടുത്ത 2 മിനിറ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പുഷ്പം പോലെ ട്രിഗ്നോമെട്രിയിൽ നിന്നും ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മക്കളെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ട്രിഗ്നോമെട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എടുക്കാത്തവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. മക്കളെ, ഇവിടെ 2 ത്രികോണങ്ങൾ കാണാൻ പറ്റും. ഒരു ത്രികോണം എന്ന് പറയുന്നത് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രിയാണ് എന്ത് അതിൻ്റെ ആംഗിളുകൾ. ഇത് 45ഉം 45 ആണ്ട് ഉറപ്പായിട്ടും ഇതെന്താടാ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്, നമുക്ക് ഉറപ്പാണ്. അടുത്തൊരു ത്രികോണം 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ് എന്ത് ഇവരുടെ ആംഗിളുകൾ. ക്ലിയർ അല്ലേ? എങ്ങനെയാ ചോദ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് എന്ത് തരും, നമുക്ക് ഇതിൻ്റെ ഒരു വശം 5 തരും, എന്നിട്ട് ബാക്കി 2 വശവും കാണാനാണ് തരിക. ഓക്കെ, അതിൻ്റെ സിമ്പിൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 ആണെന്ന് പറയാം. 1:1:√2 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ബേജാറ് അതൊന്നും എന്ത് ചെയ്യേണ്ടത്, നാളത്തേലൊന്നും ആലോചിക്കേണ്ട. ഇത് 5 ആണെങ്കിൽ ഇത് എത്രയാണോ, ഈ വശം എത്രയാണോ അതന്നെ ആയിരിക്കും ഇപ്പുറത്തെ വശം ഉണ്ടാവുക, അതും 5 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതോ 1 ആണെങ്കിൽ √2, 5 ആണെങ്കിലോ 5 ആണെങ്കിൽ 5√2 ആയിരിക്കും ആൻസർ. ഇനിയോ ഇത് 10 ആണ്, അപ്പോൾ ഇതും 10 ആയിരിക്കും, ഇതെന്തായിരിക്കും 10√2 ആയിരിക്കും. അതേ എന്ത് ചെയ്യണ്ടു, നിങ്ങൾ ഓർക്കണ്ടു, ഒരു 45 90 ആണെങ്കിൽ മനസ്സിലായോ, 1:1:√2. ഇത് 5 ആണെങ്കിൽ ഇതും 5, ഇത് 5√2. അങ്ങനെയാണെങ്കിൽ സാറേ ഇതോ എന്ന് ചോദിച്ചാലോ, ഇവിടുത്തെ കേസിൽ നമ്മളുടെ അംശബന്ധം എന്താ 1:√3:2 ആണ്. ഇതിപ്പം ഞാൻ പറയാണ്, ഇത് 5 ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അതായത് ഈ 30 60 90 എന്നുള്ള ത്രികോണത്തിലെ ഏറ്റവും ചെറിയ വശം 5 ആണെങ്കിൽ ഈ വശം എന്തായിരിക്കും, അത് 5√3 ആയിരിക്കും. ആൻഡ് ഇതോ നമ്മളുടെ ഹൈപ്പോട്ടിനിയസ് കർണം എന്തായിരിക്കടാ, ഇത് 1 ആണെങ്കിൽ 2 നേരെ ഡബിൾ ആവുക ചെയ്യുന്നത്. അപ്പോൾ 5 ആണെങ്കിൽ എന്താ 10 ആയിരിക്കും. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിക്കുക. അതായത് ഈ 30 60 90യോ അല്ലെ 45 90യിലോ ഏതെങ്കിലും ഒരു വശം തന്നാൽ ബാക്കി 2 വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ആ 3 വശവും കണ്ടാൽ ചിലപ്പോൾ നമ്മളോട് ഏരിയ ചോദിക്കും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ അല്ലേ, 1/2 5 × 5√3 ചെയ്താൽ മതി. ഇനിയോ ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് ചോദിക്കാം, അങ്ങനെയാ ചോദിക്കുക. അപ്പം കാര്യം മനസ്സിലായല്ലോ. 45 90 ആണെങ്കിൽ 1:1:√2ഉം 30 60 90 ആണെങ്കിൽ 1:√3:2ഉം. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. ആൻഡ് ഈ റേഷ്യോ മറക്കരുത്. അപ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് 2 ആണെങ്കിൽ ഈ വശം എന്തായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. ഇത് 2 ആണെങ്കിൽ ഈ കർണം ഹൈപ്പോട്ടനസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. വേഗം കമൻറ്റ് ചെയ്യുക. നാളെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഷുവറായിട്ടും മാർക്കും കിട്ടും. അപ്പോൾ നമുക്ക് കാണാം.